നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാം ഓയിൽ വില കുത്തനെ താഴ്ന്നേക്കും. സുപ്രധാന നീക്കവുമായി ഇന്ത്യ. വെളിച്ചെണ്ണ വില കുത്തനെ ഉയർന്നതോടെ രാജ്യത്ത് പാം ഓയിൽ വിൽപ്പന കുതിച്ചുയർന്നിരുന്നു. മലേഷ്യയിൽ നിന്നാണ് ഇന്ത്യക്ക് ആവശ്യമായ പാം ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത്. ഇപ്പോഴിതാ മറ്റ് രാജ്യങ്ങളിൽ നിന്നും പാം ഓയിൽ ഇറക്കുമതി ചെയ്യാനുള്ള നീക്കം ഊർജിതമാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കൊളംബിയ, ഗാട്ടിമല എന്നീ രാജ്യങ്ങളിൽ നിന്ന് പാം ഓയിൽ വാങ്ങാനാണ് പദ്ധതി. ലോകത്ത് പാം ഓയിൽ ഉൽപ്പാദനത്തിൽ 4ാം സ്ഥാനത്താണ് കൊളംബിയ. ഗാട്ടിമലയാകട്ടെ 6ാമതും. ഈ രാജ്യങ്ങളിൽ നിന്ന് ഉൽപ്പാദനം ആവശ്യത്തെക്കാൾ അധികമാണ്. മുമ്പ് യൂറോപ്പിലും ലാറ്റിൻ അമേരിക്കയിലും അധികമുള്ള പാം ഓയിൽ വിൽക്കുകയായിരുന്നു ഈ രാജ്യങ്ങൾ ചെയ്തിരുന്നത്. ഇന്ത്യക്ക് വൻ ഡിസ്കൗണ്ടിൽ പാം ഓയിൽ നൽകാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചതായി ഇക്കോണമിക് ടൈംസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മലേഷ്യയിൽ ഡിമാൻഡ് ഇടിയും. ആഗോളതലത്തിൽ പാം ഓയിൽ വിപണിയിൽ മേധാവിത്വം പുലർത്തുന്നത് ഇന്തോനേഷ്യയും മലേഷ്യയുമാണ്. ഇന്ത്യക്ക് ആവശ്യമായ പാം ഓയിലിൻ്റെ സിംഹഭാഗവും വരുന്നത് മലേഷ്യയിൽ നിന്നാണ്. 2023-24 സാമ്പത്തിക വർഷം 9 മില്യൺ ടൺ ആണ് മലേഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തത്. മലേഷ്യയിൽ നിന്ന് ഇന്തോനേഷ്യയിൽ നിന്നുമുള്ള പാം ഓയിലിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ ഇന്ത്യയിൽ ചരക്ക് എത്തിച്ച് നൽകാമെന്നാണ് ഇരു രാജ്യങ്ങളും വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് കടൽ മാർഗം ചരക്ക് എത്തിക്കാൻ 45 ദിവസം ആവശ്യമാണ്. എന്നാൽ വലിയ ഡിസ്കൗണ്ട് നൽകുന്നതിനാൽ ഈ കാലതാമസം പ്രശ്നമല്ലെന്ന നിലപാടിലാണ് ഇന്ത്യൻ കമ്പനികൾ. ലോകത്ത് പാം ഓയിൽ ഉൽപ്പാദനത്തിലും കയറ്റുമതിയിലും 2ാം സ്ഥാനത്തുള്ള രാജ്യമാണ് മലേഷ്യ. ആഗോള വിപണിയുടെ 24% അവർക്ക് അവകാശപ്പെട്ടതാണ്. കഴിഞ്ഞ വർഷം മലേഷ്യയുടെ ഉൽപ്പാദനം 19.34 മില്യൺ ടണ്ണായിരുന്നു. ഇതിൽ 2.5 മില്യൺ ടൺ ഇന്ത്യയിലേക്കാണ്. മറ്റ് ഭക്ഷ്യ എണ്ണകളുടെ വില ഉയരുമ്പോൾ പാം ഓയിൽ ഡിമാൻഡ് കൂടുന്നതാണ് പതിവ്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ കർഷകരെ സഹായിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ഭക്ഷ്യ എണ്ണകളുടെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചിരുന്നു. കർഷകർക്ക് ഗുണം ചെയ്തെങ്കിലും വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള എണ്ണകളുടെ വില പിന്നീട് ഉയർന്നു. ഇതോടെ ഇറക്കുമതി നിയന്ത്രണം വെട്ടിക്കുറയ്ക്കുകയായിരുന്നു. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതേപോലെയുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.